തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ് ഈ പറയുന്ന കുളച്ചിൽ എന്ന് പറയുന്നത്. കാരണം അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി താരകയെ മലയാളികൾക്ക് സുപരിചിതമാണ്. കാരണം കഴിഞ്ഞ തവണ വിളവങ്കോട്ടെ MLA ആയിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം താരക ചേരുകയാണ്. കുളച്ചിൽ ഒരു തീരദേശ മണ്ഡലം എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് ശക്തമായ ബേസ് ഉള്ളൊരു മണ്ഡലമാണ്. അത് ഗുണം ചെയ്യുമല്ലേ? ഇല്ല, കുളച്ചിൽ തീരദേശം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ 12 വില്ലേജ് മാത്രമേ ഉള്ളൂ തീരദേശത്തില്. അല്ലാതെ ഇവിടെ നിറയെ എല്ലാം കോൺഗ്രസിന്റെ അനാഭികളാണ്. അപ്പം ഉറപ്പായിട്ടും ഇവിടെ ഞങ്ങളുടെ നല്ലൊരു വിജയത്തിന് വി ആർ എക്സ്പെക്ടിങ് എ വെരി ഗുഡ് മാർജിൻ ഓൾസോ. ഈ അവസാനത്തെ തവണ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി എത്തിയത് കുളച്ചിലായിരുന്നു. അതേ കോൺഫിഡൻസ് കൂട്ടിയിട്ടുണ്ടോ? അങ്ങനെ കാണുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യയിലെ മൊത്തം ജനങ്ങളുടെ ഒരു ഹാരമാണല്ലോ. പിന്നെ പുള്ളിക്കാരൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി എനിക്കിപ്പം എന്താ പറയാ, ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ് മൈ വോട്ടിംഗ് പാറ്റേൺ ഓൾസോ. നല്ല ഒരു ഇതിലോട്ട് മാർജിനിലോട്ട് വരാൻ രാഹുൽ ഗാന്ധിയുടെ ഒരു വിസിറ്റും എനിക്ക് നല്ലൊരു കോൺഫിഡൻസും ജനങ്ങളുടെ മധ്യയിൽ തന്നെ ഒരു നല്ലൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. TVK എഫക്ട് കന്യാകുമാരി ജില്ലയിൽ ഉണ്ടാകുമോ? TVKയുടെ ഒരു നേതാവിന്റെ ഇത് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെയും ഒരു നേതാവാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഐ ഫെൽറ്റ് വെരി സോറി ഫോർ ദാറ്റ്. ബിക്കോസ് പ്രചരണത്തിൽ പുള്ളിക്കാരൻ പറയുന്നത് സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്താ മാനിഫെസ്റ്റോ ആയിട്ടാണ് പറയുന്നത്, എന്നെ നിങ്ങളെ വിജയിപ്പിക്കുകയാണെങ്കിൽ മാസത്തിൽ ഒരു തവണ നിങ്ങളൊന്ന് കാണുമെന്ന് പറയണം. ഇത് ഒരു രാഷ്ട്രീയ നേതാവിന് പറ്റിയ ഒരു ഇതല്ല. സോ TVKയുടെ എഫക്റ്റ് എന്ന് പറയുന്നത് അത്ര വലുതായിട്ട് ഇവിടെ കന്യാകുമാരി ജില്ലയിൽ കാണത്തില്ല. ഏതായാലും വിളവങ്കോട്ടെ വിജയം കുളച്ചിലും ആവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിജയ് കഡ്ബട്ടാണ് നമ്മളോടൊപ്പം ചേർന്നത്. ഈ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധേയമായിട്ടൊരു മണ്ഡലം, അത് ഈ പറയുന്നത് പോലെ സ്വാഭാവികമായും കുളച്ചിലാണ്. അവിടെ അടക്കം വിജയം ഉറപ്പിക്കുമെന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പറയുന്നത്. ക്യാമറമാൻ ജിനൂസ് രാജിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.